ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ വീട്ടിലുണ്ട്. ഇന്ന് നമ്മളെ വീട്ടിലൊരു അതിഥി ഉണ്ട് കേട്ടാ. അതിഥി എന്ന് പറഞ്ഞാൽ അതിഥി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേച്ചിയൊക്കെ ഒരാളെ എടുത്ത് വളർത്തി. അപ്പം കുട്ടികളൊക്കെ സ്കൂളിൽ പോകണതുകൊണ്ട് അവനെ ഇവിടെ ആക്കിയിട്ട് പോയി. അവനാണ് ഇവൻ. കുട്ടപ്പ കാണിച്ചോളൂ. ഇവനാണ് ഇന്നത്തെ ഇവിടുത്തെ അതിഥി. കുട്ടപ്പ, എടാ കുട്ടപ്പ, ഇവൻ വെളിയിലൊന്നും ഇറങ്ങൂല കേട്ടോ. ഇവൻ വീടിനകത്തേ നിൽക്കും. ചേച്ചിയുടെ ഇളയ മോള് കൊണ്ടാക്കിയിട്ട് പോയി. ഉച്ചയ്ക്ക് ചോറ് കൊടുക്കണം, രാവിലെ കാപ്പി കൊടുക്കണം, എല്ലാം ഏൽപ്പിച്ചിട്ട് പോയി. സംഭവം പണ്ട് നമുക്കൊരു പട്ടി ഉണ്ടായിരുന്നു, കുട്ടൻ എന്ന് പറയുന്നൊരു പട്ടി വളർത്തിയിരുന്നു. പക്ഷെ ആ പട്ടിക്കുട്ടം അത് മരിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പട്ടീനെ പൂച്ചയൊന്നും വളർത്തിയിട്ടില്ല. സംഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വേർപാട് നമുക്ക് ഭയങ്കര വിഷമുണ്ടാക്കിയായിരുന്നു. അതിനുശേഷം നമ്മുടെ മൂത്ത ചേച്ചിയുടെ വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നു. അതായിരുന്നു ലക്കി. ആ ലക്കി എന്ന് പറയുന്ന പട്ടി എല്ലാവരുമായിട്ട് നല്ല സഹകരണമായിരുന്നു. അപ്പോൾ അത് മരണപ്പെട്ടു പോയി. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു കേട്ടോ. ലക്കിയുടെ മരണത്തിനെ സംബന്ധിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിനുശേഷം പട്ടികളൊന്നും വളർത്താതെ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ ഇവർ വീട്ടിൽ ഒരു പട്ടിക്കുഞ്ഞിനെ വളർത്തി. ഇപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിലുണ്ട് കേട്ടോ. ഇന്ന് അവൻ്റെ കൂടെയാണ് നമ്മളെല്ലാവരും. അവൻ്റെ കളിയും കാര്യങ്ങളൊക്കെയാണ്. അമ്മൂമ്മേരെ വടി കയറി ഇരിക്കണം. മേളിൽ കയറിയ അവനെ തറയാക്ക്. കുട്ടപ്പ താഴെ ഇറങ്ങട. കുർത്തക്കടൊന്നും കാണിക്കരുത്. കുർത്തക്കട കാണിക്കുമ്പോൾ ഞാൻ അടുത്ത് വെളി കളയും. നീ വെളി ഇറങ്ങൂലെന്നാണ് പറയുന്നത്. ചിന്ന ചേച്ചിയിലെ ഇവനെ ഇല്ല പിള്ളേർ പോയി, സ്കൂളിൽ പോയി. തുമ്പിയാണ് കൊണ്ടാക്കിയിട്ട് പോയ. അവരെല്ലാരും ഇപ്പൊ സ്കൂളിൽ പോകും. തുമ്പി കൊണ്ടാക്കിയിട്ട് പറഞ്ഞ് ഉച്ചക്ക് ചോറ് കൊടുക്കണം, രാവിലെ കാപ്പി കൊടുക്കണം. എന്നിട്ട് അവളങ്ങ് പോയി. കുട്ടപ്പ ഇവിടെ മൊത്തം കിടന്നൊരു വിരളി തന്നെ. രാവിലെ ഞാൻ പിന്നെ 2 പൊരിച്ചമീൻ കൊടുത്തു. എന്താ കുട്ടപ്പോ വെളിയിൽ പോണോ? വാ 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 വാ, ഇറങ്ങി വാ. തലയിടണ്ട, ഇങ്ങോട്ട് ഇറങ്ങി വാ. വാടാ, വെളിയിൽ ഇറങ്ങാൻ പേടിയാണോ നിനക്ക്? ഞാൻ നോക്കട്ടെ നിനക്ക് പേടിയുണ്ടാന്ന്. ഇറങ്ങ, നടന്നാണ് നോക്കട്ടെ. വാ വാ വാ, നടക്കാം. ഇങ്ങോട്ട് നടന്നോ. നിന്റെ പേടി മാറ്റിത്തരാം. വെളിയിലുള്ള നിന്നെ ആരെന്തിരിക്കാന്ന് ഞാൻ നോക്കട്ടെ. വാ, അവൻ്റെ പേടി മാറ്റി കൊടുക്കാം. വാടാ. അപ്പം ഇടണോ? വാ, നമ്മൾ നടക്കാൻ പോവാണ് കേട്ടാ. തുല്യരെ പിറക്കേന്ന് മാറുന്നില്ല അവൻ. വാ, നിന്റെ പേടി മാറ്റി തരാം. വാ ഇടാ, വാടാ, വാ വാ, ഇറങ്ങി വേടാ. എന്തിനാണ് നിനക്ക് പറയാനുള്ളത്? നീ ഇവിടെ മൊത്തം എപ്പോഴും ജോലിയാണ്. നിന്നെ ഞാൻ ഇട്ട് ജോലി ചെയ്യിപ്പിക്കുന്നു. നിന്നെ ഞാൻ റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കുന്നില്ല. ഒരുപാട് പരാതികളുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ മറുപടികൾ? എന്തൊക്കെയാണ് നിനക്ക് പറയാനുള്ളത്? എന്തൊക്കെയാണ് ഫിലേ? കുറച്ചുകൂടി ശബ്ദം കൂട്ടിയാൽ കൊള്ളാമായിരുന്നു. എനിക്ക് ഇച്ചിരി ജോലിയുള്ളൂ ഇവിടെ. ജോലി ചെയ്തിട്ട് പിന്നെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എൻ്റെ ജോലി തീരും. ബാക്കി ഫുള്ള് എനിക്ക് റെസ്റ്റാണ്. പിന്നെ ഉറക്കമാണ്. ഓഹോ, അപ്പൊ എനിക്കിന്ന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? തുണി കഴുകാം. വെയിലാറട്ടെ. വെയിൽ വരട്ടെ. കുട്ടപ്പൻ ബേക്കിൽ കിടന്ന് കറങ്ങും. കുട്ടപ്പനെ നോക്കിക്കോണേ. നീ എപ്പോഴും തിരിയുന്ന കണക്കൊന്നും തിരിയരുത്. കുട്ടപ്പനെ ചവിട്ടും. എടാ കുട്ടപ്പൻ വീട്ടിനകത്ത് മുള്ളി. കള്ളപ്പാട്ടി, പോടാ വെളിയിൽ ഇറങ്ങടാ. അവൻ അകത്ത് മുഴുവൻ മുള്ളി വെച്ച്. അതുകൊണ്ട് അവനെ പിടിച്ച് വെളിയിൽ കെട്ടിയിട്ട് നമ്മൾ കഴുത്ത് നല്ലപോലെ ഇറിവിട്ടില്ല. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ബെൽറ്റ് വരുന്ന രീതിക്ക് കെട്ടി വെച്ചിട്ടുണ്ട്. തുടലായിട്ടൊന്നും വാങ്ങിയിട്ടില്ല.
നീ ഒരു വട്ടമല്ല 3 വട്ടം മുള്ളി അതിനകത്ത് പറഞ്ഞേട്ടാ. അതുകൊണ്ടാണ് നിന്നെ വെളിയിൽ പിടിച്ച് കെട്ടിയിട്ടത്. നിനക്കിനി കുറച്ചുകൂടെ വലുതാകുമ്പം നിൻ്റെ വീട്ടുകാരോടെ പറയണം, നിനക്ക് തുടൽ മേടിച്ച് നിന്നെ വെളിയിൽ കെട്ടാൻ പറയണം. നല്ല ശീലങ്ങളൊക്കെ പഠിക്കണം. വീടിനകത്ത് പെടുക്കരുത്, അപ്പിയിടരുത്. അതൊക്കെ വെളിയിൽ പോയൊക്കെ ശീലിക്കണം. അത് ശീലിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്. അവിടെ കഴുത്തൊക്കെ ലൂസാണ്, കഴുത്തൊന്നും ഇറുവത്തില്ല. നമ്മളെ ബോഡി ബെൽറ്റ് വരുന്ന രീതിക്കാണ് കെട്ടിയിരിക്കുന്നത്. അപ്പം പുള്ളി ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്, പക്ഷേ ലോക്കാണ്. ഇവിടെ കിടന്ന് കളിച്ചോ. ശരി, എന്നാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കൊണ്ട് തരാം. ഇപ്പോൾ കുറച്ച് മുമ്പ് ചോറ് കഴിച്ചേ ഉള്ളൂ. ഇനി കുറച്ച് കഴിയുമ്പം ബാക്കി കൊണ്ട് തരാം. വെള്ളവും ആഹാരവും എല്ലാം കൊണ്ടുവരാം. എൻ്റെ വീട്ടുകാർ വരുന്നവരെ നീ ഇവിടെ സേഫായിരിക്കും കേട്ടോ. നമ്മൾ കുട്ടപ്പനെടുത്ത് ഞാൻ ഇത് സിറ്റ് ഔട്ട് കിട്ടി കേട്ടോ. സംഭവം അവിടെ കിട്ടിയിരുന്നപ്പോഴേ വെളിയിൽ നിന്ന് വേറെ പട്ടികൾ വന്നിട്ട് ശല്യം ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊരു നോട്ടം എത്താത്തത് കൊണ്ട് കുട്ടപ്പനതാ ഇവിടെ കൊണ്ട് കെട്ടിയിട്ട് അവ ഇപ്പം അടങ്ങി ഒതുങ്ങി നല്ല കൊച്ചായിട്ട് അതാ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല കൊച്ചായിട്ട് കിടക്കുന്നുണ്ട്. ആദ്യം അവൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഊരി വന്നു എന്ന് പറഞ്ഞാൽ നല്ല ലൂസാണ്. ഇത് ഒരു തരം ലോക്ക് പോലെയാണ് ഇട്ടേക്കുന്നത്. സംഭവം അവൻ അതിൻ്റെ ഐഡിയ കിട്ടി അത് ഊരി വരാനുള്ള. പിന്നീട് അവൻ രണ്ടാമത് ശ്രമിച്ചില്ല ഊരി വരാനായിട്ട്. ആദ്യം കുറച്ച് നേരം ശ്രമിച്ചിട്ട് ദയനീയമായിട്ടൊക്കെ നമ്മളെ നോക്കിയിട്ട് പിന്നെ അങ്ങ് കിടന്നു. പിന്നെ മനസ്സിലായി ഇപ്പോൾ ഇവിടെ കിടക്കട്ടെ, ഇല്ലെങ്കിൽ അവ അകത്ത് മുഴുവൻ മുള്ളി നാറ്റിക്കും. ഓക്കെ, എന്തൊരു സഹായം? തേങ്ങ തിരുവി തരണോ? എത്ര തേങ്ങയുണ്ട്? ഒരെണ്ണം. അപ്പം മൊത്തം 2 മുറി. ഓക്കെ, തിരുവാം. അപ്പോൾ നമ്മളെ രുദ്രകുട്ടി എഴുന്നേറ്റ് രുദ്രകുട്ടിയെ ഉറക്കി കിടത്തി. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഉറക്കി കിടത്തിയത്. അപ്പോൾ ഞാൻ തേങ്ങ തിരുവാൻ പോട്ടെ. വീണ്ടും എണീക്കുക. എണീച്ചെന്ന് തോന്നുന്നു. കിലുക്കം കേട്ട്. കിലുക്കം തുണി കഴുകാണ്ട്. ഇത്രയും തുണികൾ കഴുകാണ്ട്. നോക്കട്ടെ. നന്നായി എഴുന്നേറ്റ്. ഇതാണ് നിന്നെ ഉറക്കി കിടത്തിട്ട് പോയത്? നിന്നെ ഉറക്കി കിടത്തിട്ടല്ലേ പോയത്? ചുമയൊക്കെ മാറിയെന്ന് പറ. ഇപ്പൊ തേങ്ങ തിരിവിട്ട് വരേ. കിടന്നോ, ഇപ്പൊ വരാം. തേങ്ങ തിരിവ് കൊടുക്കട്ടെ. 1 മുറി തേങ്ങയുള്ളു. കറണ്ട് പോകുന്നതിന് മുമ്പ് അരച്ചു വെച്ചാൽ കറി വയ്ക്കാം. രുദ്ര പിന്നെ എണീച്ച് ഇറക്കാന്ന് നിൽക്കുന്നു. റയിലേ നിൽപ്പുണ്ട്. എന്തിനാണ് രുദ്രേ ഒന്നും നിൽക്കാൻ സമ്മതിക്കൂലേ? ഒരു മുറി തരികയല്ല. അങ്ങനെയല്ല, ഒരു തേങ്ങ. വേറെന്ത് ചെയ്യണം? അവളെ ഉറക്കിയാലേ തുണി കഴുകാക്കോളൂ കേട്ടോ. എല്ലാം കഴുകാം. ആദ്യം എന്റെ തുണിയായി എന്റെ നിന്റെ തുണി സർഫിട്ട് വെച്ചിട്ട് ഇവിടെ തുണി കൊണ്ട് കഴുകിട്ട് വരാം. കുട്ടപ്പ കിടന്ന് വിളിക്കുന്നു അഴിച്ചുവിടാൻ വേണ്ടിട്ട്. അപ്പൊ സുഹൃത്തുക്കളെ, തേങ്ങ തിരുവി തീർന്നു. സുലേ, ഇനി തുണി കഴുകിയല്ലേ വേറെ വല്ല വർക്കും ഉണ്ടോ? ഓക്കെ, അതുകൊണ്ട് നമ്മുടെ ഒരു യൂട്യൂബ് കുടുംബത്തിലുള്ള ഒരാൾ ചോദിച്ചു ഇവിടെ ഒരു പൈപ്പ് സെറ്റ് ചെയ്ത് കൊടുത്തൂടേന്ന്. ആ പൈപ്പൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ വർക്കല്ല, നമ്മുടെ മോട്ടർ കത്തിപ്പോയി. പിന്നെ അത് പണിഞ്ഞിട്ടില്ല. മോട്ടർ ഉടനെ സെറ്റ് ചെയ്യണം. നമുക്ക് ഫണ്ടിൻ്റെ കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. അതൊക്കെ ഉടനെ സെറ്റ് ചെയ്യും, മോട്ടർ സെറ്റ് ചെയ്യും. അപ്പോൾ പൈപ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാം ഇവിടെ ഉണ്ടായിരുന്നതാണ്. കത്തിപ്പോയത് കൊണ്ടാണ്. എല്ലാം ഉടനെ സെറ്റ് ചെയ്ത് കൊടുക്കാം, സെറ്റ് ചെയ്യാം. നമുക്ക് കല്യാണം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളെ കാര്യങ്ങളെല്ലാം അറിയുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല. എല്ലാം പടപട ചടപട ആയപ്പോൾ നമുക്കൊന്നും പെട്ടെന്നെല്ലാം ശരിയാക്കാനുള്ള ടൈം കിട്ടിയില്ല. അതുകൊണ്ടാണ് പതിയെ പതിയെ ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ഇനി വന്നിട്ട് ഞാൻ തുണി കഴുകാൻ പോട്ടെ. ആദ്യം നമ്മുടെ രുദ്രയുടെ ഒരുപാട് ചെറിയ ചെറിയ തുണികളുണ്ട്, അത് മുഴുവൻ കഴുകട്ടെ. ഇന്ന് രുദ്ര തുണിയിലാണ്. അപ്പോൾ തുണി ഒരുപാട് രുദ്രയുടെ തുണികൾ ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പോൾ രുദ്രയുടെ തുണി ആദ്യം ഒരുപാട് കഴുകിയിട്ട് എൻ്റെയും സുലയുടെയും തുണികൾ കഴുകണം. ആദ്യം സർഫിട്ട് വയ്ക്കാം. സർഫിട്ട് വെച്ചിട്ട് ബാക്കിയുള്ളത് കഴുകാം. ഓക്കെ, എന്താ കുട്ടപ്പാ താഴെ ഇറങ്ങിപ്പോയാ? കയറി വാങ്ങി അവിടെ നില്ലേ. എന്ത് പ്രശ്നം?
അച്ഛൻ എന്തരേ മോള് എന്താ കുട്ടപ്പ നിക്കാൻ വയ്യേ നിനക്ക്? നിക്കാൻ വയ്യേ? പോയി കടാടാ. ചേച്ചി വരട്ടെ, നിനക്കൊരു കൊച്ചു തൊടലും ചെറിയൊരു ബെൽറ്റും മേടിച്ചു തരാൻ പറയാം. ഈ വള്ളിയിൽ കെട്ടിയ ശരിയാവൂല. അതുകൊണ്ട് തുണിയിലെ വള്ളി പെട്ടെന്ന് കിട്ടിയപ്പോൾ പെട്ടെന്ന് എൻ്റെ കയ്യിൽ ഇതാണ് കിട്ടിയത്. വേറെ കയറ് ഇട്ടിട്ട് കെട്ടിയാൽ ശരിയാവില്ല. ഇതാപ്പോൾ അവന് അതുകൊണ്ട് ഇത്രയും ലൂസുണ്ട്. ഇത്രയും ലൂസായിട്ടാണ് കിടക്കുന്നത്. ആൾ ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. പക്ഷേ ഊരി വരാൻ പറ്റാത്ത രീതിയിലുള്ള കുടുക്കിട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് കെട്ടിയിട്ടതുകൊണ്ട് പുള്ളി ഭയങ്കര ഒരു ഇറിറ്റേഷൻ പുള്ളിക്ക്. അതുകൊണ്ട് കൂടെ ഈ പിള്ളേർ കൂടെ ഉണ്ടായിരുന്നല്ലേ, അപ്പോൾ പിള്ളേരെ കൂടെ നിന്ന് ശീലിച്ചു. അപ്പം ആളില്ലാത്തതുകൊണ്ട് അവൻ കിടന്ന് വിളിക്കുന്നു. അങ്ങനെ രുദ്രയുടെ തുണികളെല്ലാം കഴുകി കേട്ടോ. ഇനി നമ്മളത് കഴുകാണ്ട് അത് ഇത് വിരിച്ചിട്ട് കഴുകാം. അപ്പോൾ ഓക്കെ, ഇനി നമ്മളെ തുണി തരുക. സർഫിട്ട് വെച്ചിട്ട് കുറെ കഴിഞ്ഞിട്ട് കഴുകിയെടുക്കാം. ഉറങ്ങാനില്ലേ? ഉറങ്ങാനുള്ള പ്ലാനൊന്നും ഇല്ല കേട്ടോ. പറയേ, ഉറങ്ങുന്നില്ലേ നീ? എന്തിനാണ് അമ്മ ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്ത? ഞാൻ സർപ്പിട്ട് വെച്ചിട്ട് ഞാൻ വന്നെടുക്കേ. ഇന്ന് വെയിലില്ല, ഉണങ്ങൂല തുണികൾ. അകത്തെടുത്തിടാം. നിനക്ക് ഇത്രയല്ലേ ഉള്ള കാര്യമായി? ഓക്കെ, കുറേ നേരം ഇവിടെ ഇരിക്കട്ടെ. എനിക്കും കുറച്ചേ ഉള്ളു. ആ പാൻറ് എനിക്ക് 22-ാം തീയതി ഇട്ടുകൊണ്ട് പോകാം. വേറെ പാൻറ്റൊന്നും വാങ്ങുന്നില്ല. കയ്യിൽ പൈസ. ഇനി എൻ്റെ തുണികൾ. ഇല്ല, എന്തേ വെളിയിറങ്ങണ്ട. ഇത് കുറച്ചേരം ഇവിടെ ഇരിക്കട്ടെ.
അകത്തുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് തുല കറിയുടെ പരിപാടി നോക്കപ്പം ഞാൻ ഡിഗ്രി എടുക്കാം. അപ്പോഴത്തേക്ക് കാര്യങ്ങൾ നടക്കും. അതിനുശേഷം വന്ന് ഈ തുണികളൊന്നും കഴുകാം. എന്തിനാ എന്തേ മിണ്ട ഇവിടെ ഇരുന്നോണം. കറി വേപ്പ ചോറ് തരും. ഇവിടെ കട ഇവിടെ ഒന്ന് കട ആ കട ഇല്ല. ഇപ്പൊ വെളിയെടുത്ത് കൊണ്ട് കെട്ടും. നീ 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 അകത്ത് മുള്ളി കൊണ്ടാണ് നിന്നെ ഇവിടെ കിട്ടിയത്. നീ അനങ്ങാതിരിക്കൂല. കുറച്ചൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ പഠിച്ചതിന് ശേഷം അകത്ത് കയറ്റാം കേട്ടാ. അല്ല അകത്ത് വാവയുണ്ട്. നിന്റെ പൂടെയൊക്കെ അകത്ത് വീഴും. എൻ്റെ അവിടെ കട ഒരു ആ കുട്ടപ്പൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ടേ. കെട്ടകത്തോണ്ട് പോവേണം. കുട്ടപ്പന് തിന്നാനൊക്കെ കൊടുത്തിട്ടുണ്ട്. കുട്ടപ്പൻ നല്ല രീതിക്ക് തിന്നും കുടിച്ചിട്ടൊക്കെ നിൽക്കുകയാണ് ഇപ്പോൾ. ഓ രുദ്രേനെ പട്ടിയായി. അവളായിരുന്നു ഇത്ര നേരം കളിപ്പിച്ചത്. ഇങ്ങോട്ട് കൊണ്ടുപോയി എടി തമ്പി. പുളിയല്ലേ നാളെ കൊണ്ടുപോയി. കുട്ടപ്പൻ പോയി. അങ്ങനെ കുട്ടപ്പൻ്റെ ആൾക്കാർ വന്ന് കുട്ടപ്പനെ കൊണ്ടുപോയി. ഞാനിപ്പോൾ നമുക്കിപ്പം ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. കുട്ടപ്പൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ വരാം അല്ലേ. ടാറ്റാ.